ഹായ് ഫ്രണ്ട്സ്, ജോബീസ് വേൾഡിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജോബീസ് വേൾഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ചെറിയൊരു സന്തോഷം കൂടി നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെറിയ അതിൻ്റെ ക്രൈറ്റീരിയകളൊക്കെ കഴിഞ്ഞ് ഇന്ന് ചെറിയൊരു വരുമാനം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുകയും ഒപ്പം എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്കറിയാം $1 കയറുന്ന സമയം വരെയുള്ള കഷ്ടപ്പാട് വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ എന്നെ സഹായിച്ച ഒത്തിരി ആൾക്കാരുണ്ട്, യൂട്യൂബിന് അകത്തും പുറത്തുമായിട്ട് സഹായിച്ച ഒത്തിരി പേരുണ്ട്. യൂട്യൂബിനകത്താണെങ്കിൽ കുറച്ച് ചാനലുകളൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അപ്പോൾ തന്നെ പറഞ്ഞു തരുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ പുറത്തുണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ തുടങ്ങാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് ബിജിനാണ്. അവൻ ഇസ്രായേലിൽ തന്നെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇസ്രായേലിലെ ജെറുസലേമിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇസ്രായേലിൻ്റെ ഒരു അറ്റത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ മലയാളികളൊന്നും ഇല്ല. ഒരു വർഷം ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ജോലി. പുറത്തിങ്ങനെ കറങ്ങാം, ഫ്രണ്ട്സ് ആരുമില്ല, കറങ്ങാൻ പോകാൻ പറ്റത്തില്ല, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ജെറുസലേമിലേക്ക് വന്നു. ജെറുസലേമിലേക്ക് വരാനൊരു കാരണം എൻ്റെ ഒരു സുഹൃത്ത് ആയ നിഖിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിഖിൽ എന്നോട് പറഞ്ഞു, ജോബി ചേട്ടാ ജെറുസലേമിലേക്ക് വാ, ഇവിടെ ആകുമ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ലൊരു എനിക്കും തോന്നി. അങ്ങനെ ഞാൻ ജെറുസലേമിൽ വന്ന് ജോലി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ ജെറുസലേമിൽ ഒത്തിരി ഹോളി പ്ലേസസ് ഉണ്ട് കാണുവാൻ, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പോയി കാണുമ്പോൾ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഇത് ഫോണിൽ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, മെമ്മറി ഫുള്ളാവും. അപ്പോൾ ഞാൻ കൂട്ടുകാരനെ ബിജിനെ വിളിച്ച് ചോദിച്ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അവൻ ചോദിച്ചേട്ടാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അവൻ്റെ നിർദ്ദേശപ്രകാരം അവനാണ് എല്ലാം ഹെൽപ്പ് ചെയ്തത്. എനിക്കിതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ ബിജിൻ തന്നെയാണ് പറഞ്ഞതെന്ന് ചെയ്യിച്ചത്. അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് പ്രത്യേക താങ്ക്സ് പറയാനുള്ളത് ബിജിനോട് ആണ്. കാരണം ഏതൊരു രാത്രിയിൽ എപ്പോൾ വിളിച്ച് ചോദിച്ചാലും അവന് അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും ചെയ്തു തരാനും അവൻ വില്ലിങ്ങാണ്. അതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തി, പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടൊക്കെ പറഞ്ഞു, അവനൊന്നും അത് പറ്റിയ പണിയല്ല എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് പറഞ്ഞില്ല. എങ്കിൽപ്പോലും ചിലർക്ക് അങ്ങനെ പറഞ്ഞവരുമുണ്ട്. ശരി, അപ്പോഴാണ് എനിക്കൊരു വാശി. കാരണം നമുക്ക് പറ്റത്തില്ല എന്നൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണല്ലോ. കാരണം എനിക്കിപ്പോൾ ഈ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് വേണ്ട ജീവിക്കാൻ എനിക്ക് അത്യാവശ്യം സാലറി ഉള്ള ജോലിയാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഒരു ആഗ്രഹമായിരുന്നു, യൂട്യൂബ് ചാനൽ $1 കയറ്റുക എന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അല്ലാതെ എനിക്കിതിന് വലിയ കാര്യമായിട്ട് വരുമാനം കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല. എങ്കിൽ പോലും എനിക്ക് ചെറിയൊരു വരുമാനം കയറി. അപ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയേണ്ടത് എൻ്റെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എന്നോട് വൈഫ് പ്രത്യേകം പറയാറുണ്ട്, ഞാനൊരു ബേസിക്കലി ആം എ നേഴ്സ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് IELTS OET പഠിച്ചാൽ എളുപ്പമല്ലെന്നൊക്കെ ചോദിച്ചായിരുന്നു. ശരിയാണ്, ഈ യൂട്യൂബിന് വേണ്ടി കഷ്ടപ്പെട്ട സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പഠിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. പക്ഷേ പഠിക്കാൻ എനിക്ക് അത്ര ഒരു താല്പര്യമുള്ള അല്ലാത്തതുകൊണ്ട് ഞാനത് അത്ര വേണ്ട പോലെ എടുത്തില്ല. പക്ഷേ യൂട്യൂബ് നമുക്കൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 3-4 മാസം ശരിക്കും കഷ്ടപ്പെട്ടു. കാരണം ഞാൻ എൻ്റെ എംപ്ലോയർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ എൻ്റെ യൂട്യൂബിൻ്റെ വർക്ക് തീർക്കും. അതുപോലെ തന്നെ എംപ്ലോയർ കിടക്കുന്ന സമയത്തൊക്കെയാണ് ബാക്കി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കത്തിനാണെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു, കണ്ണിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. എൻ്റെ കൂട്ടുകാരോടും യൂട്യൂബിലുള്ള കൂട്ടുകാരോടും പുറത്തുള്ള കൂട്ടുകാരോടൊക്കെ താങ്ക്സ് പറയാനുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ യൂട്യൂബ് ചാനലിട്ടോ നമ്മുടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ സ്വന്തക്കാരുണ്ട്, ഇവർക്ക് അയച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബറും ഒക്കെ ആവും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത് തന്നെ. പക്ഷേ എനിക്ക് ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതൊന്നും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. ഞാൻ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു, സ്റ്റാറ്റസ് ഇടുമായിരുന്നു, അങ്ങനെ ഒത്തിരി ചെയ്യാവുന്ന തുടക്കത്തിലൊക്കെ. ഇപ്പം അങ്ങനെ അയച്ചു കൊടുക്കുന്ന പരിപാടിക്ക് നിർത്തി. കാരണം എനിക്ക് മനസ്സിലായി ആരും കാണുന്നില്ല എന്ന്. പക്ഷേ യൂട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരുപാട് പേര് കാണുന്നുണ്ട്, പുറത്തുമുണ്ട്, എൻ്റെ ചില സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് ക്യാഷ് കിട്ടുന്നിടത്തും വരാൻ വളരെ കഷ്ടപ്പെടാണ്. ഡെയിലി വീഡിയോസൊക്കെ ഇടാനാണ് എന്നോട് പറയുന്നത്. പക്ഷേ ഡെയിലി ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ജോലിയുടെ സമയത്ത് ഞായറാഴ്ചയാണ് ഫ്രീ ടൈം കിട്ടുക. അപ്പോൾ പോയി എടുക്കുന്ന ഈ ഫോട്ടോസാണിതൊക്കെ, വീഡിയോസാണിതൊക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഉള്ള വീഡിയോ കൊണ്ട് ഞാൻ പരമാവധി ആഴ്ച 2 വീഡിയോ ഒക്കെ ഇട്ടാണ് ഇങ്ങനെ എത്തിയത്. ഏകദേശം ഒരു വർഷക്കാലമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ആദ്യമൊന്നും വലിയ റീച്ചൊന്നും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു വിട്ടില്ല കേട്ടോ. ആദ്യം എൻ്റെ ജോലിയുടെ പ്രശ്നം മൂലം എനിക്ക് അങ്ങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ജോലി കുറച്ചും കൂടി നല്ല ജോലി ആയതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടെ യൂട്യൂബിനോട് ചിലവാക്കാൻ പറ്റും. കാരണം എംപ്ലോയർ കിടക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. പ്രത്യേകമായി എടുത്തു പറയുന്ന ആളാണ് ഒന്ന് ബിജിൻ, അതുപോലെ നിഖിൽ. കാരണം നിഖിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ജെറുസലേമിലേക്ക് വരാൻ കാരണം. ബിജിൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു കാരണം. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഉള്ളിലും ഉള്ള ഒത്തിരി പേരുണ്ട്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ വരുമാനം എത്രയാണെന്നും പറയുന്നില്ല, കാരണം എനിക്കറിയത്തില്ല യൂട്യൂബിൻ്റെ പോളിസിക്ക് അത് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഞാൻ വളരെ സന്തോഷമാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ഓൾ എന്നുള്ളതുണ്ട്, അവിടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.